ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസമായെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നതെന്ന് കേട്ടോ. ഹലോ ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓണവിശേഷങ്ങളിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലാണ് ഇപ്രാവശ്യത്തെ ഓണമൊക്കെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ഓണത്തിൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു കുട്ടികൾക്ക് ആർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ചേച്ചീൻ്റെ അമ്മേൻ്റെ വക, അതായത് ഏട്ടൻ്റെ അമ്മേൻ്റെ വക കുട്ടികൾക്കെല്ലാം എടുക്കാൻ വേണ്ടി നമ്മൾ കണ്ണൂരേക്ക് പോകണം. അവരവിടെ കണ്ണൂർ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഞാനൊരു നാട്ടുമ്പുറത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് കൂടി നടക്കുന്നുണ്ടായിരുന്നല്ലേ, പച്ചപ്പ് നിറഞ്ഞ എല്ലാം. പിന്നെ ഇപ്പോൾ കുറേ സിറ്റിയൊക്കെ ആയെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇതൊക്കെ കാണാം. ഇത് വെള്ളംതുള്ളി എന്ന് പറയൂട്ടോ. ഇത് കുറച്ച് വലുതൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഓണക്കാലത്തൊക്കെ ഒരുപാട് പറിച്ച് പൂവിടാൻ പോകാറുണ്ട്. പണ്ടൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൂവൊക്കെ ശേഖരിച്ച് വന്നിട്ടാണ് ഉണ്ടാറ്. ഇപ്പം എല്ലാം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കണ്ണൂരെത്തിയതിന് ശേഷം ആദ്യം മോന് വേണ്ടിയിട്ടുള്ള ചെരുപ്പായിരുന്നു പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. മോൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ കണ്ണൂർ സെഞ്ചുറിയിലായിരുന്നു പോയത്. അപ്പോഴേക്കും അവിടെ അമ്മ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് മാത്രം എടുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് മാത്രമേ എടുക്കണ്ടൂ. അപ്പോൾ ചേച്ചിയും ചേച്ചീൻ്റെ ഭർത്താവും മക്കളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അനിയത്തിയും അമ്മയും ഞാനും ഏട്ടനും മോളാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഫാമിലി അടക്കം വന്നിട്ടാണ്, അച്ഛൻ ഒഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മോൾക്ക് ഇങ്ങനത്തെ കുറേ കുട്ടിക്കൊപ്പായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് അങ്ങനെ അത്ര സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ വാങ്ങിയാലും നമുക്ക് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകാനേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളത് ഇടുന്നത്. പക്ഷേ എനിക്കൊന്നും മനസ്സിൽ പിടിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. പിന്നെ കിഡ്സിന് ഭയങ്കര റേറ്റാണ്. അതോടൊപ്പം തന്നെ കിഡ്സിനെ സെലക്ട് ചെയ്യാനും കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരുണേട്ടനൊക്കെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സമയം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തന്നപ്പോൾ കുറച്ച് ഓണായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുമാവിക്ക് പെട്ടെന്ന് ഒന്ന് സെലക്ട് ഉണ്ടായിരുന്നു. പിന്നെ മെച്ചൂട്ടൻ ഒരുപാട് സമയം നോക്കിയിട്ടാണ് ഒന്ന് സെലക്ട് ചെയ്തത്. അവന് ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തത് നമ്മൾ. അതിനുശേഷം ഞാൻ അവരവിടെ നിന്ന് മോന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി പാവാടിയും കുപ്പായൊക്കെ ഒരുപാട് നോക്കി. കുറേ മനസ്സിൽ പിടിച്ചത് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവൾക്ക് ടൈറ്റ് ലൂസ് ഒന്നും അവൾക്ക് ഫിറ്റ് ആവുന്നില്ല. ഇപ്പം നമ്മുടെ തലേ ദിവസം വന്നതുകൊണ്ട് തന്നെ എനിക്ക് അടിക്കാനും പിടിക്കാനും ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ ശിലമോൾ അവിടെ ഒരു ചേച്ചി കുട്ടീനെ കിട്ടിയതുകൊണ്ട് അവളോട് സംസാരിക്കും ചിരിക്കും ഡാൻസൊക്കെ കളിച്ച് അവിടെ എൻ്റർടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഒരു ശല്യം ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മ കൂട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അരുണേട്ടനായിരുന്നു വീഡിയോഗ്രാഫർ. അരുണേട്ടനിൽ ഫോണും കൊടുത്തിട്ട് ഞാൻ നൈസായിട്ട് അങ്ങ് നമുക്ക് വലിയ ആൾക്കാർക്കൊന്നും എടുക്കുന്നില്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രസ്സിലേക്കായിരിക്കും കണ്ണ് പോകുക അല്ലേ. അങ്ങനെ ഞാൻ കുറേ പർച്ചേസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം നമുക്ക് അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തത്. അമ്മയ്ക്ക് ഒരു നൈറ്റിയും അതുപോലെ തന്നെ അച്ഛന് മുണ്ടും കുർത്തിയാണ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് സാരി വേണ്ടെന്ന് അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിന് അമ്മ രാവിലെ സാരി ഒന്നും കൊടുക്കില്ല, ഒരു നൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാരി ഓൾറെഡി ചേച്ചീൻ്റെ വകയും അനിയത്തിൻ്റെ വകയൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചേച്ചീൻ്റെ വക സാരിയും നൈറ്റിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, മാക്സിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അനിയത്തിൻ്റെ വക സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അമ്മക്കത് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് നൈറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൈറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് മുന്നേയൊക്കെ ജോലിക്ക് കഴിഞ്ഞ് നമ്മളെല്ലാം ഓണവും വിഷുവും ഡ്രസ്സൊക്കെ എടുത്ത് എന്നും ആഘോഷിക്കുമായിരുന്നു. അവർക്ക് എനിക്ക് എപ്പോഴും അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് കൊടുത്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഓണക്കോടിക്ക് അവർക്ക് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുക വെച്ചാൽ ഭയങ്കര കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതിന് സാധിച്ചു, സന്തോഷമായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഗ്ലാസ്, അത് കാണിക്കാൻ വേണ്ടി കോഫി കാണിച്ചു കേട്ടോ. പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ കണ്ണൂരെത്തി ബസ് കയറി നമ്മൾ പഴയങ്ങാടിയായിരുന്നു എത്തിയത്. കാരണം നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ശിലമോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഏട്ടനെ ഇനി വിടുന്നുണ്ട്. പിന്നെ അവളെ പിടിച്ച് വലിച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അവർ ഇനിയും കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചോളൂ. നമ്മൾ നേരെ എത്തി. പിന്നെ കുറച്ച് ലേറ്റ് ആയെങ്കിൽ പോലും കടകളൊക്കെ ഒന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല, പിറ്റേ ദിവസം ഓണം ആയതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയും വിശേഷമുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഓണവിശേഷം പറയാം കേട്ടോ.